എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റീഡിങ്ങായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ചില ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ് യൂണിവേഴ്സിന് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ലൈഫാവുമ്പോൾ നമുക്ക് നല്ലതും ചീത്തയും ഒക്കെ സംഭവിക്കും. പക്ഷേ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് മുൻകൂട്ടി ഒരു കരുതലൊക്കെ എടുക്കാൻ പറ്റിയാൽ അതിൻ്റെ ആ ഒരു ആഘാതം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ മൊത്തം ഒരു 3 കാർഡ്സാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കാർഡിനോടാണോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് ആ ഒരു കാർഡ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ഓർക്കുക. അതേസമയം ആ ഒരു ഹയർ സെൽഫിനോട് നിങ്ങൾ സറണ്ടർ ചെയ്തത് കൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ട, സെൽഫായിട്ട് ചോദിക്കേണ്ട കാര്യമാണ് എനിക്കുള്ള മെസ്സേജ് എവിടെയാണുള്ളത്, ഏത് കാർഡിലാണുള്ളത് എന്ന് ഓർത്തുകൊണ്ട് ഒരു നിമിഷം അല്ലെങ്കിൽ 10 നിമിഷം ഒന്ന് ഓർത്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഒരു ദീർഘശ്വാസം എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കാർഡിനോടാണോ റെസനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ആ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എല്ലാം മാച്ച് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, റെസനേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അഡീഷണൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു പൈൽ ചൂസ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് സോൾ മെസ്സേജും കൂടെ നോക്കിയിട്ട് നമുക്ക് റീഡിങ്സിലേക്ക് പോവാം. നമുക്ക് 3 കാർഡ്സാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ 3 കാർഡ്സ് തന്നെ അങ്ങോട്ട് വെക്കാം. നമുക്ക് ഫസ്റ്റത്തെ പൈൽ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റത്തെ പൈലിൽ ഉള്ള നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില സംഭവങ്ങളാണ് നമ്മളുടെ മെസ്സേജ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ആ ഒരു മെസ്സേജ് വെച്ചിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആ ഒരു നിങ്ങളായിരിക്കുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ കലീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർക്കിളുണ്ട്. ഇപ്പം നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു സർക്കിളുണ്ട്. പക്ഷെ ആ ഒരു സർക്കിളിനെ ഈ ഒരു മാസം അതല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അതിലൊന്നും സൂക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല. നിങ്ങളുടെ സർക്കിളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്ന ആ ഒരു വ്യക്തിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്ന ഫസ്റ്റത്തെ മെസ്സേജ്. അവർ തമ്മിൽ നിങ്ങൾക്ക് ഒരുപാട് പാർട്ടി അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് പ്രൊമിനൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ നിങ്ങളറിയാതെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പ്രവർത്തിക്കുന്ന സാധ്യതയുള്ളൊരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്താലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് തിരിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. അതേപോലെ നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി അവർ ചോദിക്കുന്നതായിട്ടോ അതല്ലെങ്കിൽ തന്ത്രപരമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ നിങ്ങൾ അറിയാതെ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെയാണെന്ന് പറഞ്ഞാലും അതിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഭാഗം അവരുടെ ക്രെഡിറ്റിലേക്ക് എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ചില സംഭവങ്ങൾ അവർ മാറ്റുന്നതായിട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സ് ആയിരിക്കും, നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് മനസ്സിലാവുന്നത്. അത് നിങ്ങളുടെ നൈബേഴ്സ് ആവാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് ആയിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ സഹോദര തുല്യരായിട്ടുള്ള ആൾക്കാരോ ആയിരിക്കാം. പക്ഷേ നിങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, നിങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള
നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, നിങ്ങളുടെ ഫിനാൻഷ്യൽ സംഭവങ്ങളൊക്കെ അറിയുന്ന ഒരു കൂട്ടരായിരിക്കും ഇവർ. അപ്പോൾ അവരെ കരുതിയിരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഫസ്റ്റത്തെ മെസ്സേജ്. പിന്നെ പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സ്വഭാവത്തിൽ ഈ കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും പൈസ കൊടുക്കാനും ഒക്കെ വളരെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നതിൽ നീതിബോധം വേണം, നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കണം, അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ നിങ്ങളെ ബാക്ക് ഫയർ ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വരാനുള്ള സാധ്യത ഉള്ള ഒരു സമയമാണ്. അത് ചിലപ്പോൾ ഈ ഒരു മാസത്തിലായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത മാസമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. ഈ കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് വരും. നിങ്ങൾ നന്മ ചെയ്ത ആൾക്കാരൊക്കെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഓൾറെഡി അത് സംഭവിച്ചിട്ടുണ്ടാവാം, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിന് പറയുന്ന അടുത്ത ഒരു മെസ്സേജ്. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഒരു വല്ലാത്തൊരു സീരിയസ് സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം അവർ ഒരു പക്ഷേ ഒരുപാട് ചതിയൊക്കെ പലരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 കാർഡ് കിട്ടിയാൽ മനസ്സിലാവുന്നത്, ആൾക്കാരെ നിങ്ങളെ പറ്റിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനോ ഒക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുകയും, നിങ്ങൾ വളരെ ഒരു ജോളി ആയിട്ടുള്ള ആളായിരുന്നിട്ടുണ്ടാവാം. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമായിട്ട് മാറുന്ന ഒരു കാര്യം, അതായത് ലൈഫിനോടൊക്കെ ഒരു നമുക്ക് ഇത് തോന്നുമല്ലോ, അതായത് ലൈഫൊന്നും വേണ്ട, ഒരു മടിച്ച അവസ്ഥ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാത്തിൻ്റെയും ഒരു സമ്മിശ്രമല്ലേ. അപ്പോൾ നമുക്ക് ചിലപ്പം നല്ലത് വരും, ചിലപ്പം മോശം വരും. എല്ലാത്തിൽ നിന്നും പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ നിങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ കൊണ്ടല്ല ഇതിനൊക്കെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിൽ ആ നന്മ വരുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിഷമിക്കരുത്. പക്ഷേ അത്യാവശ്യം നിങ്ങളുടെ പണ്ടത്തെ ആ ഒരു ക്യാരക്ടർ അതിലേക്ക് പോകാൻ ശ്രമിക്കുക. കാരണം സീരിയസ് ആയിട്ടിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരുന്നത് കൊണ്ടോ വിഷമിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തൽക്കാലം ഇങ്ങനെ ഗെറ്റ് അലോങ് വിത്ത് ദാറ്റ് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ പോവട്ടെ എന്നുള്ളൊരു സിറ്റുവേഷനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന സോൾ മെസ്സേജ് 3 മെസ്സേജാണ് വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആ ഇന്നർ വോയിസ്, അതായത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരുമല്ലോ. നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വോയിസിനെ നമ്മൾ കേൾക്കാതെ നമ്മളുടെ ബുദ്ധിയിൽ വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ സോൾ മെസ്സേജ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ആ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കണം. ആ ഇന്നർ വോയിസ് കേൾക്കണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ചൊക്കെ മെഡിറ്റേഷൻ ചെയ്യുക. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല പ്യുവർ ആ ഒരു തോട്ട് പ്രോസസ്സ് വരുത്തുക. അങ്ങനെയൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഇന്നർ വോയിസ് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ ഓടി നടന്ന് വല്ലാത്ത ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലിരുന്നാൽ ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ പറ്റുമ്പോഴൊക്കെ കുറേശ്ശെ നമ്മൾ മെഡിറ്റേറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇന്നർ വോയിസ് കിട്ടും. അപ്പം നിങ്ങളുടെ ആ ഇന്നർ വോയിസ് കേൾക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിനെ പറയുന്നത്, സോൾ മെസ്സേജിൻ്റെ ഫസ്റ്റത്തെ മെസ്സേജ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു ആളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് നല്ലതിനും ചീത്തയൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് മുഴുവനും നല്ല കാര്യങ്ങൾക്കാണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കുമ്പം മറ്റ് ചില ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്ഷിപ്സും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് സംഭവിച്ചാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ടാണ് ഓരോ ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സോൾ മെസ്സേജിൽ പറയുന്നത് ആ ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾ ചെറിഷ് ചെയ്യുക, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും.
പിന്നെ നിങ്ങൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇൻസ്റ്റാഗ്രാം അതല്ലെങ്കിൽ യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ ആ കറൻ്റ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഒരു ഭയം കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നീണ്ടു പോകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം, ജോലിയായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംഭവത്തിൽ നിങ്ങൾ അധികം യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതൊരു നിങ്ങളുടെ ലൈഫിൽ തന്നെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് നിങ്ങളുടെ ഇമാജിനേഷൻ. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആർട്ട് വർക്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഏത് ഫീൽഡും നന്നായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇങ്ങോട്ടത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇങ്ങനെ ഇമാജിനേഷൻ അല്ലെങ്കിൽ അങ്ങനത്തുമായി ബന്ധപ്പെട്ട ഒരു വർക്കിലെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സക്സസ് വരും. അതുവരെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ചിലപ്പോൾ സക്സസ് വന്നു എന്ന് വരില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഫസ്റ്റത്തെ മെസ്സേജ്. ഇനി നമുക്ക് അടുത്ത പൈലിൽ എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല എന്താ പറയുക, ഈ കാർഡ് എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം നോളജുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. സാധാരണ ഒരു വ്യക്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ കഴിവുകളൊക്കെയുള്ള ഒരാളാണ്. ഒരു ടീം ലീഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന മാതിരിയുള്ള ഒരു ആളാണ്. ഒരുപാട് കഴിവുകളുണ്ട്. സ്വന്തമായിട്ട് തന്നെ അങ്ങനെ എന്താ പറയുക പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പണമായാലും അതല്ലെങ്കിൽ ജോലിയുടെ സ്ഥലത്തായാലും വീടുകളിലായാലും കസിൻസിൻ്റെ ഇടയിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ള ആൾക്കാരാണ്. അവർക്ക് നല്ല നോളജ് ഉണ്ട്. ഭയങ്കര ഒരു ഹൈ മൊറാൽസൊക്കെ ഉള്ള വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും. അവർക്ക് കൃത്യമായിട്ട് ശരി ഏത് തെറ്റ് ഏതെന്നുള്ള ഒരു ധാരണയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ലൈഫിലത്തെ ഈ പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് ഇഷ്യൂസ് വരുന്നത് ഈ ഒരു ഓണസ്റ്റി കൊണ്ടാണ്. അപ്പോൾ അവർക്ക് അത് ദോഷമായിട്ട് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും മുഖത്തടിച്ച പോലെ പറയുന്നത് കൊണ്ട് കുറേ ആൾക്കാർ ഇവർക്കെതിരെ തിരിയുന്നുണ്ട്. അപ്പം നിങ്ങൾ സത്യസന്ധമായിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയുടെ അനുസരിച്ചിട്ട് ശത്രുക്കളായിട്ട് മാറുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്ര വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ടെങ്കിലും നിങ്ങൾ എവിടെയാണോ, നമ്മളെപ്പോഴും കേട്ടല്ലോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മരങ്ങളെയാണ് ആദ്യം വെട്ടുകയെന്ന്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിലോ ഒക്കെ നിങ്ങൾക്ക് പ്രശ്നം വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മെല്ലെ നിങ്ങൾ ഒറ്റപ്പെടുത്തും. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല, നിങ്ങൾ സത്യമായിരിക്കും പറയുന്നത്. പക്ഷെ ആ പറയുന്ന രീതി കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അവരത് കാണുന്നത് അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഫസ്റ്റത്തെ മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പവറും, അത് ഇൻഡ്യൂഷനൊക്കെ സ്ട്രോങ് ആണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ എന്താണോ പറയുന്നത്, എവിടെയാണോ പറയുന്നത് എന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഫസ്റ്റത്തെ മെസ്സേജ്. സെക്കൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് അത്യാവശ്യം സെറ്റിൽഡ് ആണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ഒരു കാർഡ് എടുത്തുന്ന ആൾക്കാർക്ക് അത്യാവശ്യം സെറ്റിൽഡ് ആണ്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു സക്സസ്സിൽ ഒരുപാട് പേര് അസൂയ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പറയല്ലോ കണ്ണെടുക്കുക അതല്ലെങ്കിൽ കണ്ണ് വെക്കുക എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഒരുപാട് പേർക്ക് അസൂയ കൊണ്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെപ്പോഴും നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഫാമിലി അതല്ലെങ്കിൽ നമ്മളുടെ എല്ലാം നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള എന്തൊക്കെയാണോ നിങ്ങൾ നേടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേഴ്സണൽ ആസ്പെക്റ്റ് ആയാലും കരിയറിലായാലും നിങ്ങൾ ഒരുപാട് പേര് ഈ സോഷ്യൽ നമ്മുടെ പ്ലാറ്റ്ഫോംസിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലെ സക്സസ്, എങ്ങനെ സക്സസ്സായി, എങ്ങനെ ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടി, അത് കിട്ടാൻ പാടില്ലായിരുന്നല്ലോ, എങ്ങനെ കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിങ്ങളെങ്ങനെ കണ്ണ് വെക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള നല്ല സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത്യാവശ്യം സെറ്റിൽഡായിട്ട് വരുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഫാമിലിയും നിങ്ങളുടെ ചുറ്റും കുറേ നല്ല ലോയലായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. വളരെ ഹാപ്പി ആയിട്ടൊരു ലൈഫാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, നെഗറ്റീവ് വൈബ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെൽത്ത്
അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, നല്ല സംഭവങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ നല്ല സ്ട്രോങ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഈവിലായി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തടയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ മെഡിറ്റേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നെഗറ്റിവിറ്റി നമ്മളുടെ ആ ഒരു ഓറേനെ പിയേഴ്സ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ശക്തി ആ ഒരു ബാഡ് ഐക്യം ഉണ്ടാവും. ഏതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനെ തടയാനായിട്ട് നമ്മൾക്ക് നമ്മുടെ ഓറേനെ സ്ട്രോങ് ആക്കലാണ് ഏറ്റവും നല്ലത്, അല്ലേ? മറ്റുള്ളവരെ നമുക്ക് തിരുത്താനൊന്നും പറ്റില്ലല്ലോ. നമ്മളുടെ സ്വന്തമായിട്ട് ആ ഒരു ഓറ നല്ല സ്ട്രോങ് ആക്കാം. അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്ന നെക്സ്റ്റ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കുറേ ഇഷ്യൂസ്, അതായത് കണ്ണു വയ്ക്കുന്നതോ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളോ ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ചില പാറ്റേൺസാണ് ഇപ്പോഴും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ, അതായത് ഒറ്റ ഒരു ലൈഫ് ആയിരുന്നിട്ടില്ല, നിങ്ങൾക്ക് കുറച്ചധികം ലൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു 4 പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള കർമ്മയൊക്കെ ക്യാരി ഫോർവേഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇഷ്യൂസ് ആയിരിക്കും. അതെല്ലാം തുടങ്ങിക്കഴിഞ്ഞാലും പിന്നെയും അതായത് ഒരു മനസ്സമാധാനം അങ്ങനെ അങ്ങോട്ട് വരുന്നില്ല. എല്ലാം നല്ലതാണ്, പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫ്, കരിയർ, പൈസ എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും എന്തോ ഒന്ന് മിസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. ആ ഒരു പാസ്റ്റ് ലൈഫിലെ കർമ്മ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളൊരു പക്ഷേ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് അറിയുന്ന ഒരു കാര്യം നിങ്ങൾ തെറ്റായിട്ട് സമർത്ഥിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കള്ളസാക്ഷി പറയുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് വരുന്ന സിറ്റുവേഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ മെസ്സേജ്, അതായത് ഏഞ്ചൽ മെസ്സേജ് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഇപ്പോഴാണെങ്കിലും റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്ക് എഗെയിൻസ്റ്റാണ് എന്താണ് ചെയ്തത് എന്ന് നമുക്കിപ്പോൾ അറിയില്ലല്ലോ. പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും അത് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ ഒരു സംഭവങ്ങളൊക്കെ ആ ഹയർ സെൽഫിനെ റിലീസ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിൽ പറയാം, നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരോടും നമ്മൾ ഒരു മാപ്പ് അപേക്ഷിക്കുക. ഇങ്ങനെ ദീർഘശ്വാസം നമ്മൾ 3 ടൈംസ് എടുക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയുക, ആ ആൾക്കാരോട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു, നമ്മളോട് ആരും തെറ്റാൽ നമ്മൾ ക്ഷമിക്കുന്നു, അതേപോലെ നമ്മൾ തെറ്റ് ചെയ്ത ആൾക്കാരോട് നമ്മളും ക്ഷമ ചോദിക്കുക. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊന്ന് റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കണക്ഷൻ വിട്ടുകളയാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത് ഉടനീളം ഇങ്ങനെ ഒരു സർക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഇഷ്യൂസും തീരാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് പാസ്റ്റ് ലൈഫിൽ അത് റിലീസ് ചെയ്താൽ അത്രയും നല്ലതാണ്. പിന്നെ മനസ്സിലാവുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പിന്നെയും അട്രാക്റ്റഡ് ആവുന്നുണ്ട് വേറെ ആൾക്കാരിലേക്ക്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫ് നല്ലതാണെങ്കിലും തേർഡ് പാർട്ടിയിലോട് നിങ്ങൾക്ക് അട്രാക്ഷൻ വരുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു വേറൊരു സെപ്പറേറ്റ് ഒരു എനർജി കാണുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടി എനർജി. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിന് എപ്പോഴും ഒരു എന്താ പറയുക, വല്ലാത്ത ഒരു രീതിയിൽ മാറ്റുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിന് ഏറ്റവും നല്ലത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് യൂണിവേഴ്സിന് പറയാനുള്ളത്. ഇനി തേർഡ് പൈലൂടെ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരുപാട് ഇഷ്യൂസ് ലൈഫിലുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നോർത്ത് നിങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് മാറി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോലിയാണെങ്കിലും കുറേ സ്ഥലത്തുനിന്ന് മാറി, അതേപോലെ മാരീഡ് ലൈഫിലാണെങ്കിലും ഉദ്ദേശിച്ച ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ വിവാഹം കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഉദ്ദേശിച്ചൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. ഹസ്ബൻഡിൻ്റെ കയ്യിലായിരിക്കും, വൈഫിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മക്കളിൽ നിന്നായിരിക്കാം, ഉദ്ദേശിച്ച പോലെ കിട്ടുന്നില്ല. അപ്പോൾ എങ്ങോട്ടെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കേണ്ട കാര്യം, യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളൊരു അതായത് ലൈഫ് തീർന്നു എന്ന് വിചാരിച്ചിട്ടിരിക്കരുത്. അതേപോലെ വല്ലാതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമുക്ക് ലൈഫിൽ അത്രയും അങ്ങോട്ട് പറ്റില്ല. പക്ഷെ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, അതായത് നമ്മൾ ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കാതെ യൂണിവേഴ്സിന് വിട്ട് കൊടുത്തിട്ട് യൂണിവേഴ്സിൻ്റെ ആ ഇതിലൊരു നാച്ചുറലായിട്ട് പോകുന്ന കാര്യങ്ങൾ,
അതാണ് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ എഫേർട്ട് എടുത്തിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അധികം എഫേർട്ട് എടുക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് നാച്ചുറലായിട്ട് സംഭവിക്കുന്നത്. അപ്പം യൂണിവേഴ്സിന് പറയാനുള്ള ഫസ്റ്റ് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, അധികം സ്ട്രെസ്സോ സ്ട്രെയിനോ എടുക്കാതെ വിഷമിക്കാതെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് തന്നെ പോകട്ടെ. എല്ലാം സക്സസ്ഫുള്ളായിട്ട് വരും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് ഫിനാൻഷ്യലായിരിക്കാം, അതല്ലെങ്കിൽ പേഴ്സണലായിരിക്കാം, കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ആഗ്രഹിച്ചൊന്നും നേടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. പക്ഷെ അത് എപ്പോൾ വേണമെങ്കിലും മാറി നിങ്ങളുടെ ഫേവറിൽ വരാം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി കാര്യങ്ങൾ നടക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കാണുന്നുണ്ട്, കരിയറിൽ കാണുന്നുണ്ട്, ഫിനാൻസിൽ കാണുന്നുണ്ട്. എല്ലാവിടെയും അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സൂക്ഷിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. സെക്കൻഡായിട്ട് വേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ ലൈഫിലത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഹോപ്പൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക, എങ്ങനെയാണ് രക്ഷപ്പെടുക, അല്ലെങ്കിൽ പറ്റിച്ചിട്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുമല്ലോ, നമ്മൾ എപ്പോഴും ഒരു ഫെയിലിയർ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് കുറേ പേർക്ക് അങ്ങനെ ഹോപ്പ് നഷ്ടപ്പെട്ട് എന്താണോ സത്യം അതിന് എഗെയിൻസ്റ്റായിട്ട് പോകാനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഹോപ്പാണ് നമ്മുടെ ലൈഫിനെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഒരു എനർജി. അപ്പോൾ നിങ്ങളും അതേപോലെ നല്ല ഹോപ്പിലിരിക്കുക, നിങ്ങളുടെ ലൈഫും മാറും. അപ്പോൾ അതുവരെ പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളതാണ് യൂണിവേഴ്സിന് പറയുന്നത് സെക്കൻഡ് മെസ്സേജ്. അടുത്തത് കാണിക്കുന്നത് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, കാര്യങ്ങളൊക്കെ മാറി മറിയും നിങ്ങളുടെ ലൈഫിൽ. അതുവരെ ഒന്ന് പിടിച്ച് നിൽക്കുക. ഇപ്പോൾ അതായത് വല്ലാത്ത വേദനയും വല്ലാത്ത ബുദ്ധിമുട്ടും വീർപ്പുമുട്ടലും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരാൻ പോകുന്നൊരു സമയമാണ്. ഒരുപാട് ചേഞ്ചസ് വരാൻ പോകുന്ന സമയമാണ്. ഏറ്റവും എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു സമയം. അത് അടുത്ത് തന്നെ, അതായത് അധിക സമയമൊന്നും എടുക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതുവരെ മോശം സംഭവിച്ച കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സമയം വരുമെങ്കിലും അതിന് ശേഷം പിന്നെയും നിങ്ങൾക്ക് മോശം സമയം വരും എന്നുള്ളതാണ് പറയുന്നത്. അതൊരു സൈക്കിളാണല്ലോ, കുറച്ച് നല്ലത് വരും, കുറച്ച് മോശം വരും, അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഈ തേർഡ് പാലെടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് നല്ല ഒരു സന്തോഷം വരുമെങ്കിലും അത് കഴിയുമ്പോൾ പിന്നെയും ഇതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് വിഷമം വരുന്നതായിട്ടാണ് കാണുന്നത് പേഴ്സണലായാലും. പക്ഷേ എല്ലാത്തിലും പ്രതീക്ഷ കൈവിടാതെ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സമാധാനം തരുന്നത് ആ ഒരു കാര്യത്തിൽ വളരെ ശക്തിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ എടുത്തിരുന്ന സിറ്റുവേഷൻസ് ആയാലും എല്ലാം വളരെ എന്താ പറയുക, ഇമോഷണലായിട്ടും മറ്റുള്ളവരാലായിട്ടും ഒക്കെയാണ് നിങ്ങൾ ഡെസിഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും എടുക്കാതെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആൻസർ കേട്ടാൽ കുറേയൊക്കെ ഇഷ്യൂസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.